ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു 7 ദിവസത്തേക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ വേറൊരു ദിശയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ കഴിയും. ഫ്രണ്ട്സ്, യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിലെ പ്രൊഫസർ ടിമോത്തി വിൽസൺ ഒരു റിസർച്ച് ചെയ്തു നോക്കി. അവിടെ കുറേയേറെ സ്റ്റുഡൻസിനോട് ഒരു ഒഴിഞ്ഞ മുറിയിൽ കുറച്ചു നേരം ഇരിക്കാൻ പറഞ്ഞു. അവരുടെ പേഴ്സ്, പുസ്തകം, മൊബൈൽ ഫോൺ ഇതെല്ലാം പുറമെ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഒഴിഞ്ഞ മുറിയിൽ ഇരിക്കണം, ഒരു 20-25 മിനിറ്റ് ഇരിക്കണം, ഈ കസേരയിൽ ഇരിക്കണം, അത് മാത്രമേ ചെയ്യാവൂ. എന്നാൽ ഈ 25 മിനിറ്റിനകം നിങ്ങൾക്ക് അഥവാ ബോറിംഗ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അത്രയും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു റെഡ് ബട്ടണിൽ അമർത്താവുന്നതാണ്. പക്ഷേ ഈ റെഡ് ബട്ടണിൽ നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ ഇലക്ട്രിക് ഷോക്ക് കിട്ടും. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് അറിയുമോ? ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് 67% മെയിൽസും 27% ഫീമെയിൽസും ബോറടിക്കുവാൻ തുടങ്ങി. അവർ പോയി ആ ബട്ടണിൽ അമർത്തുകയും ഇലക്ട്രിക് ഷോക്ക് ഏറ്റുവാങ്ങുകയും ചെയ്തു. അതായത് ആ കൂട്ടത്തിലെ 92% ആളുകൾക്കും അത്രയും സമയം ഒരു ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ ഇരിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു റിസർച്ചിന്റെ റിപ്പോർട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ആ മുറിയിൽ അവർക്ക് ഡിസ്ട്രാക്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് ഒരു 15 മിനിറ്റ് പോലും ബോറടിക്കാതെ ഇരിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർ സ്വയം ആ ഇലക്ട്രിക് ഷോക്ക് ഏറ്റുവാങ്ങിയത്? അതായത് TV, സോഷ്യൽ മീഡിയ, വീഡിയോ ഗെയിംസ് ഇതെല്ലാം എത്രയധികം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണിത്. യഥാർത്ഥത്തിൽ ഡിസ്ട്രാക്ഷൻ ആവുക എന്നുള്ളൊരു ശീലം നമ്മുടെ ഉള്ളിൽ തന്നെ മറഞ്ഞിരിക്കുന്നുണ്ട്. അഥവാ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിനെ എങ്ങനെയാണ് ഇല്ലാതെയാക്കുക എന്ന് കൂടെ അറിയണ്ടേ? ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ചില റിസർച്ചുകളിലൂടെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്, ഹ്യൂമൻ ബ്രെയിൻ 11 മില്യൺ ബൈറ്റ്സ് ഇൻഫർമേഷൻ ആണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു സെക്കൻഡിൽ നമുക്ക് 40 ബിറ്റ്സ് ഇൻഫർമേഷനെ മാത്രമേ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്കൊരു വാക്കിന്റെ അർത്ഥം കണ്ടുപിടിക്കണം. ഈ ഡിസ്ട്രാക്ഷൻ എന്നാൽ എന്താണ് അർത്ഥം? ഈ ഡിസ്ട്രാക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത്? ഈ ഡിസ്ട്രാക്ഷൻ എന്ന വാക്ക് ഉണ്ടായത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ലാറ്റിൻ ഭാഷയിൽ ഒരു വാക്കുണ്ട്, തഹേർ. ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വലിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതായത് നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോവുക എന്ന്. ഡിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെയാക്കുക, ദൂരെയാക്കുക, തലതിരിക്കുക എന്നൊക്കെയാണ്. അതായത് ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി, എന്തെങ്കിലും ഇൻസിഡന്റ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കുന്നുവെങ്കിൽ അതിനെ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നു. അതായത് ഡിസ് പ്ലസ് അട്രാക്ഷൻ ഈസ് ഈക്വൽ ടു ഡിസ്ട്രാക്ഷൻ. നിങ്ങൾക്ക് തന്നെ ഇത് അനുഭവം ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തകരാറിലാവാറില്ലേ? പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഫോൺ എടുത്ത് കളിക്കുക, ഓഫീസിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒന്ന് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിന് ഒരു ഇൻസ്റ്റന്റ് ഡോപ്പമൈൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ ശക്തമായൊരു ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്ന് പോലും ഡിസ്ട്രാക്ട് ചെയ്ത് അതിലേക്ക് വലിക്കുന്നത്. ഇതെല്ലാം ഡിസ്ട്രാക്ഷന്റെ കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്തു നോക്കാം. ഇനി കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ 100% ഫോക്കസ് സ്ക്രീനിൽ മാത്രമായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ കാണിച്ചു തരികയാണ്. അതൊരു വെള്ള നിറത്തിലുള്ള സ്ക്രീൻ ആയിരിക്കും. അതിൽ നിങ്ങൾ ആ വെള്ള പ്രതലത്തിലേക്ക് മാത്രമേ നോക്കാവൂ. ശരി, ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പാണ്, നിങ്ങളിൽ കൂടുതലും ആളുകൾ ഈ വെള്ള നിറത്തിലേക്ക് മാത്രം നോക്കുന്നതിന് പകരം ഈ വെള്ള നിറത്തിൽ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത ബോളിലേക്കും നോക്കിയിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത്? ഇവിടെയുള്ള വൈറ്റ് സ്ക്രീൻ റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ്. അതിൽ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്ലാക്ക് ബോൾ നിങ്ങളുടെ ഡിസ്ട്രാക്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങളെ വീണ്ടും വീണ്ടും ഡിസ്ട്രാക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു സ്വഭാവം കൊണ്ടാണ്. എന്നാൽ ഒരു ചോദ്യം ഇപ്പോൾ ഇവിടെയുണ്ട്. എന്താണെന്നാൽ, എങ്ങനെയാണ് നമ്മൾ ഈ ഡിസ്ട്രാക്ഷനെ ഇല്ലാതെയാക്കുക? ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കുറച്ച് സമയം സ്ക്രീനിലേക്ക് തന്നെ നോക്കണം. ഇപ്പോൾ ഈ സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ആകും. അതിൽ ഞാൻ പറയുന്ന ഭാഗത്തേക്ക് തന്നെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ ഇത്തവണ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ സ്ക്രീനിൽ ഞാനൊരു സർക്കിൾ കാണിച്ചു തരാം. ആ സർക്കിളിനുള്ളിലേക്ക് വേണം നോക്കാൻ. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ക്രീനിലുള്ള ഈ റെഡ് സർക്കിളിനുള്ളിൽ എത്ര കളർ ബോളുകൾ വന്നുപോയി എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ശരി, നമുക്ക് തുടങ്ങാം. അഥവാ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് 100% ഫോക്കസ് ചെയ്തുവെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 10 ആയിരിക്കും. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് ഞാൻ ഈ ആക്ടിവിറ്റി തന്ന സമയത്ത് ഈ റെഡ് സർക്കിളിനുള്ളിൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ 2 സൈഡിലും ഇങ്ങനെ കറുത്ത ബോളുകൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ലേ? കൂടുതലും ആളുകൾ അതിലേക്ക് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാകില്ല, അല്ലേ? അതെന്തുകൊണ്ടായിരുന്നു വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ സർക്കിളിനുള്ളിലേക്ക് മാത്രമേ നോക്കാവൂ എന്നുള്ളത്. ഇതിനകത്ത് വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ബോളുകളുടെ കളറുകളിലേക്ക് മാത്രമേ നോക്കാവൂ എന്ന്.
അതുകൊണ്ട് തന്നെ ആ സർക്കിളിന് പുറത്തുള്ള കാര്യത്തിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതല്ലേ സത്യം. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷനിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നിങ്ങൾക്ക് കൃത്യമായൊരു ഫോക്കസ് ആദ്യം പ്രാക്ടീസ് ചെയ്യണം. അതായത് നല്ലൊരു ലക്ഷ്യം നിങ്ങൾക്ക് വേണം. ബിക്കോസ് അറ്റൻഷൻ വിത്തൗട്ട് ഇന്റൻഷൻ ഈസ് വേസ്റ്റ് ഓഫ് എനർജി. അതായത് കൃത്യമായൊരു ലക്ഷ്യമില്ലാതെ നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഊർജ്ജം വേസ്റ്റ് ആക്കുമെന്നല്ലാതെ ഒരു ഗുണവും അതിൽ നിന്ന് ഇല്ല. വളരെ ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ ജീവിക്കുകയും ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ആയിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ കുറയുകയുള്ളൂ. ഫ്രണ്ട്സ്, പലരും പറയുന്നൊരു പരാതിയാണ്, ഒരുപാട് തരം ഡയറ്റുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കി, എന്നിട്ട് എൻ്റെ ശരീരത്തിന് ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല എന്ന്. അതായത് ഹെൽത്ത്, മൈൻഡ് ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പലതരം ഡയറ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ പരാതിയാണ് ഈ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനെല്ലാം വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് ആവശ്യമില്ലേ? അതൊരു പക്ഷേ നമ്മുടെ ശരീരത്തിന് യോജിക്കാത്ത ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്തത് കൊണ്ടായിരിക്കാം. ശരീരങ്ങൾ പല തരത്തിലാണുള്ളത്. അതുകൊണ്ട് പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു ബുക്കുണ്ട്. അതാണ് യുക്താഹാർ, ദ ബെല്ലി ആൻഡ് ബ്രെയിൻ ഡയറ്റ്. ഈ പുസ്തകത്തിന്റെ മലയാളം ഓഡിയോ ബുക്ക് ഈയിടെ എനിക്ക് കുക്കു FM നിന്ന് കിട്ടി. ഇത് എൻ്റെ ഡയറ്റിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ മാറ്റിമറിച്ചൊരു പുസ്തകമാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കും ഇതിന്റെ ഓഡിയോ വെർഷൻ കുക്കു FM നിന്ന് ലഭ്യമാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ 10,000 ഓഡിയോ ബുക്കുകളുടെ വലിയൊരു കളക്ഷനാണ് കുക്കു FM എന്ന ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് കുക്കു FM ഒരു ഓഫർ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതാണ് 50% 1 month സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട്. നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഓഫറിൽ നിങ്ങൾ കുക്കു FM മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാസത്തേക്ക് വെറും 49 രൂപയ്ക്ക് കുക്കു FM അൺലിമിറ്റഡായി ആക്സസ് ചെയ്യാവുന്നതാണ്. നിങ്ങളിതിന് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കുക്കു FM ലിങ്കും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇപ്പോൾ തന്നെ കുക്കു FM മെമ്പർഷിപ്പ് എടുക്കൂ. എന്നിട്ട് തിരിച്ച് വീഡിയോയിലേക്ക് വരൂ. എന്നാൽ ഒരു ചോദ്യം വീണ്ടും ഇവിടെ ഉണ്ടാവുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡിസ്ട്രാക്ട് ആവുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് എനിക്ക് സീറോ ഡിസ്ട്രാക്ഷനിൽ ഇരിക്കാൻ പറ്റാത്തത്? ഇതിനുള്ള ഉത്തരം സൈക്കോളജിസ്റ്റ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യന് കുറച്ച് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള കഴിവില്ല. എന്നാൽ അതേസമയം മനുഷ്യന് പെട്ടെന്ന് ഡോപ്പമൈൻ കിട്ടുന്ന ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള ഇഷ്ടം കൂടുതലുമാണ്. ഏതെങ്കിലും ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മളുടെ ബ്രെയിൻ പെട്ടെന്ന് തന്നെ ആ പെയിനിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് അധികം പരിശ്രമമൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു സന്തോഷം, ഒരു ഹൈ ഫീലിംഗ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ ആ സമയത്ത് നമ്മുടെ മനസ്സ് വെമ്പുന്നു. അതുകൊണ്ടാണ് മാത്സിന്റെയും ഫിസിക്സിന്റെയും എല്ലാം കടുകട്ടിയായിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ നമ്മൾക്ക് പെട്ടെന്ന് ബോറടിക്കുന്നതും അങ്ങനത്തെ സിറ്റുവേഷനിൽ പെട്ടെന്ന് ബ്രേക്ക് എടുക്കാൻ തോന്നുന്നതും അല്ലെങ്കിൽ ഉറക്കം വരുന്നതും ഒക്കെ. എന്നാൽ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുവാൻ ഇങ്ങനെ ഒരു പ്രശ്നം നമുക്കില്ല. അല്ലെങ്കിൽ ഒരു മുറിയിൽ ഇരുന്ന് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കാനും ഈ പ്രശ്നം വരുന്നില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു മൂവി ക്ലിപ്പ് കാണുന്നതിനും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടില്ല. ജോലിയുടെ ഭാരം തലയിലേറ്റിക്കൊണ്ട് പിന്നീട് പോയിട്ട് ഒരു ജങ്ക് ഫുഡ് കഴിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു റിലാക്സേഷൻ ഇല്ലേ, അതൊക്കെ ഇതിന്റെ ഉദാഹരണമാണ്. വാസ്തവത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗൗരവത്തോടു കൂടി ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ബ്രെയിൻ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ ഡിസ്ട്രാക്ഷന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ എക്സ്പെരിമെന്റിൽ ആ മുറിയിൽ ഇരിക്കാൻ പറഞ്ഞ സമയത്ത് 15 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും തന്നെ അവർക്ക് ബോറടിക്കാൻ തുടങ്ങിയതും ഇലക്ട്രിക് ഷോക്ക് കിട്ടുമെന്ന് അറിഞ്ഞിട്ടും അവർ ആ റെഡ് ബട്ടണിൽ പോയി അമർത്തിയതും. എന്നാൽ ഇനി ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഈ ഡിസ്ട്രാക്ഷനെ ഇല്ലാതെയാക്കുക? ഇതിന് 3 വഴികളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റാണ് എഫർട്ട് പാക്ക്. ജെൻസൺ എന്ന വ്യക്തിയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന് +2 പഠിക്കുന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻ വളരെയധികം ഉണ്ടായിരുന്നു. രാത്രി മുഴുവനും ബെഡിൽ കിടന്നിട്ട് പോലും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാരണത്താൽ അദ്ദേഹത്തിന്റെ സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് കേടുവന്നു. ഇതിനുവേണ്ടി എന്തൊക്കെ സൊല്യൂഷനാണ് അദ്ദേഹം കണ്ടെത്തിയെന്ന് പറഞ്ഞു തരട്ടെ. ഒന്നാമത് അദ്ദേഹം വൈഫൈ റൂട്ടറിൽ ഒരു ഡിജിറ്റൽ ലോക്ക് ഉണ്ടാക്കി വെച്ചു. അത് കാരണത്താൽ രാത്രി 10 മണിക്ക് ശേഷം രാവിലെ 7 മണി വരെ അദ്ദേഹത്തിന്റെ ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല. ആ ഒരു രീതിയിൽ അദ്ദേഹം അതിനെ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇന്റർനെറ്റ് റൂട്ടറിന്റെ അഡ്മിൻ ആക്സസ് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ രാത്രിയിൽ ഫോൺ ഉപയോഗിക്കുവാനുള്ള ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ തന്നെ അമ്മയുടെ ഫോണിൽ നിന്ന് വേണം ആ അഡ്മിൻ ആക്സസ് ഓൺ ചെയ്യുവാൻ. അങ്ങനെ ചെയ്തിട്ട് അദ്ദേഹം ഇന്റർനെറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മ അടുത്തേക്ക് വരികയും അദ്ദേഹത്തെ വഴക്ക് പറയുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ സ്ഥിരമായിട്ട് അമ്മയിൽ നിന്ന് വഴക്ക് കേൾക്കുന്ന ഒരു ശീലം ഉണ്ടായി. ഈ വഴക്കൊക്കെ കേട്ടുകൊണ്ടും 2-3 ദിവസം അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ പതുക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടായി, എന്തിനാണ് ഈ അമ്മയുടെ നിന്ന് വഴക്ക് കേൾക്കുന്നത് എന്ന്. അത് കാരണം പതുക്കെ ആ ശീലമില്ലാതെയായി. അതിനുശേഷം പിന്നെ അദ്ദേഹം സുഖമായിട്ട് 10 മണിക്ക് ശേഷം ഉറങ്ങുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്തു. ഇങ്ങനെയുള്ള എഫർട്ട് പാക്കുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഈ ഡിസ്ട്രാക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറച്ച് ദൂരെ കൊണ്ടുപോയി വെക്കുക, എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളിടത്ത് കൊണ്ടുപോയി വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷനുകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് പല ഡിവൈസുകളും ഇന്ന് വാങ്ങാൻ കിട്ടും. അതായത് അങ്ങനെയുള്ള ചില ഡിവൈസസ് ഉണ്ട്. ആ ഡിവൈസിനകത്ത് നമ്മളെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന സാധനം, അതൊരു ചോക്ലേറ്റ് ആകാം, മൊബൈൽ ആകാം, ഇങ്ങനെ എന്തൊരു സാധനം ഉണ്ടെങ്കിലും അതിനെ ആ ഒരു ബോക്സിനകത്ത് വെച്ചിട്ട് ഒരു ടൈമിംഗ് സെറ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ടൈമിംഗ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് തുറന്നെടുക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആ ബോക്സിനകത്ത് നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം എടുക്കാൻ കിട്ടില്ല. ആ രീതിയിൽ ടൈം വെച്ച് ലോക്ക് ചെയ്യുന്ന ബോക്സുകൾ വാങ്ങാൻ കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചെയ്ത് തീർക്കുവാൻ, ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ സൊല്യൂഷനാണ് പ്രൈസ് പാക്ക്. ഇംഗ്ലണ്ടിലുള്ള ജേണൽ ഓഫ് മെഡിസിൻ അവർ ഒരു റിസർച്ച് ചെയ്തു. അവർ കുറച്ചുപേരുടെ സ്മോക്കിംഗ് എന്ന അഡിക്ഷനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചാണ് ചെയ്തു നോക്കിയത്. അവരെ റാൻഡമായിട്ട് 3 ഗ്രൂപ്പായിട്ട് വിഭജിച്ചു. അതിലുള്ള ആദ്യത്തെ ഗ്രൂപ്പിനെ ട്രഡീഷണൽ മെത്തേഡിൽ 6 മാസത്തേക്ക് പുകവലി ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്തു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു 6% പേർക്ക് മാത്രമേ 6 മാസത്തിന് ശേഷം പുകവലിയിൽ നിന്ന് മുക്തമാകാൻ സാധിച്ചുള്ളൂ. രണ്ടാമത്തെ ഗ്രൂപ്പിന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നിങ്ങൾ 6 മാസത്തേക്ക് സ്മോക്കിംഗ് ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $800 സമ്മാനമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് ഈ ട്രെയിനിങ്ങുകളെല്ലാം കൊടുത്തത്. ഈ ഒരു റിവാർഡ് കൂടെ പ്രഖ്യാപിച്ചത് കാരണത്താൽ ആ ട്രെയിനിങ്ങിലൂടെ കടന്നുപോയവർക്ക് ഒരു 17% പേർക്ക് അതിൽ നിന്ന് മുക്തമാകുവാൻ സാധിച്ചു. എന്നാൽ മൂന്നാമത്തെ ഗ്രൂപ്പിനെ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടാണ് പരീക്ഷിച്ചത്. അവരോട് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ചാലഞ്ചിൽ പങ്കെടുക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം $150 ഞങ്ങൾക്ക് തരണം. നിങ്ങൾ 6 മാസത്തിന് ശേഷം പുകവലി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് $650 നൽകുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കെട്ടിവെച്ച ആ $150 ഉണ്ടല്ലോ, അതും തിരിച്ചു തരുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ 6 മാസം പുകവലിക്കാതെ ഇരുന്നില്ല, അതിനിടയിൽ അത് ലംഘിച്ചുവെങ്കിൽ നിങ്ങൾ കെട്ടിവെച്ച ആ $150 നഷ്ടമാവുകയും ചെയ്യും. ഈ ഒരു പ്രാക്ടീസ് കൊടുത്തതുകൊണ്ട് അവരുടെ റിസൾട്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, അവരിൽ 52% പേർക്കും സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ സാധിച്ചു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. രണ്ടാമത്തെ ടീമിന് $800 കൊടുക്കാമെന്നാണ് പ്രഖ്യാപിച്ചത്. മൂന്നാമത്തെ ടീമിന് $650 കൊടുക്കാമെന്നും അവർ കെട്ടിവെച്ച $150 തിരിച്ചു കൊടുക്കാമെന്നുമാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ഈ മൂന്നാമത്തെ ടീമിന്റെ ലാഭം കുറവാണ്. അവർക്ക് ടോട്ടൽ കിട്ടുന്നത് $800 ആണ്. അതിലെ $150 അവരുടെ തന്നെയാണ്. എന്നാലും ഇതെങ്ങനെയാണ് കൂടുതൽ സക്സസ്ഫുൾ ആയി മാറിയത്? അതിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പീപ്പിൾ ആർ ടിപ്പിക്കലി മോർ മോട്ടിവേറ്റഡ് ടു അവോയ്ഡ് ലോസസ് ദാൻ ടു സീക്ക് ഗെയിൻസ്. അതായത് ആളുകൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ചിന്ത നമുക്കൊരു നഷ്ടം ഉണ്ടാകരുത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് 6 മാസം സ്മോക്കിംഗ് ചെയ്യാതെ പിടിച്ചു നിന്നത്. കാരണം അവർക്ക് അവരുടെ ആ $150 നഷ്ടമാകുന്നതിന്റെ ഭയമുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ബെറ്റ് വെക്കുകയോ നഷ്ടമുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഡിസിപ്ലിനിലേക്ക് വേഗം തന്നെ തിരിച്ചെത്തും. ഒരു പ്രശസ്തനായ ഓതർ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. അദ്ദേഹത്തിന് വ്യായാമം ചെയ്യേണ്ടത് നിർബന്ധം തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വ്യായാമം ചെയ്യാൻ മടിയായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ജിമ്മിൽ വരുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഒരു ഡീൽ ഉണ്ടാക്കി. അതെന്താണെന്ന് അറിയുമോ? ഞാൻ അഥവാ ഒരു ദിവസം ജിമ്മിൽ വരാതെ ആയി കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ $100 നഷ്ടപരിഹാരമായിട്ട് വാങ്ങണം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഈ ഒരു ഒറ്റ കാരണത്താൽ ഈ $100 പലതവണ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു, അദ്ദേഹം മുടങ്ങിയ സമയത്തൊക്കെ. എന്നാൽ ഈ കാരണത്താൽ അദ്ദേഹം പിന്നീട് റെഗുലറായി ജിമ്മിലേക്ക് പോകുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്തു. ഈ $100 നഷ്ടമാകുന്നതിന്റെ ഒരൊറ്റ കാരണത്താൽ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ വ്യായാമം ഒരു റെഗുലർ ശീലമാക്കിയിട്ട് മാറ്റി. അദ്ദേഹം കൃത്യമായിട്ട് ജിമ്മിൽ പോകാനും തന്റെ ശരീരത്തിന്റെ മെയിൻ്റനൻസ് ചെയ്യാനും തുടങ്ങി. ഇനി റിസർച്ചേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ 90% ഡിസ്ട്രാക്ഷനും ഇന്റേണൽ ട്രിഗർ കാരണമാണ് ഉണ്ടാകുന്നത്രേ. ആ ഒരു സമയത്ത് നമ്മൾക്കൊരു ഇന്റേണൽ ട്രിഗർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് പൂർണ്ണമായിട്ടും ആ ഡിസ്ട്രാക്ഷനിലേക്ക് പോയേ പറ്റൂ എന്നുള്ള ഒരു നിലവാരം ഉണ്ടാക്കുന്നു. അതായത് ഡിസ്കംഫർട്ട് ആകുമ്പോൾ, ബോറിംഗ് ഫീൽ ചെയ്യുമ്പോൾ, നെഗറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ, റൂമിനിയേഷൻ ഉണ്ടാകുമ്പോൾ, ഹങ്കർ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ആകാൻ ആഗ്രഹിക്കും. എന്നാൽ റിസർച്ചേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് അതിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്കൊരു ഇന്റേണൽ ട്രിഗർ ഉണ്ടാവുകയാണെന്നിരിക്കട്ടെ. ഇപ്പൊ എനിക്ക് ചോക്ലേറ്റ് കഴിക്കണമെന്ന് തോന്നിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് നോക്കണമെന്ന് തോന്നിയെന്നിരിക്കട്ടെ. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടൊപ്പം യുദ്ധം ചെയ്യാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് സ്നേഹത്തോടെ പറയണം, ഓ ഡിയർ ഫ്രണ്ട് മൈൻഡ്, എനിക്ക് 2 ടോപ്പിക് കൂടെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു
10 മിനിറ്റിന് ശേഷം നിനക്ക് ഞാൻ ഇഷ്ടംപോലെ സമയം ചോക്ലേറ്റ് കഴിക്കാനോ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യാനോ തരാം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ആ ട്രിഗർ ഉണ്ടായിരിക്കില്ല. ആദ്യത്തെ ആ 10 മിനിറ്റിന്റെ ഡിസ്ട്രാക്ഷൻ ട്രിഗറിൽ നിന്ന് നിങ്ങളൊന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയാൽ മതി. ആദ്യത്തെ ഒരു 10 മിനിറ്റിലെ ഇന്റേണൽ ഡിസ്ട്രാക്ഷനെ മാനേജ് ചെയ്യാൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ രക്ഷപ്പെടും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ചെയ്താൽ ഈ 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ആ കാര്യം ചെയ്യുവാൻ ഒരിക്കലും തോന്നുകയില്ല. അപ്പോഴേക്കും മനസ്സ് ശരിയായിട്ടുണ്ടാവും. എന്നാൽ ഈ 10 മിനിറ്റിന് ശേഷവും നിങ്ങൾക്ക് അതിനോട് താല്പര്യം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളോട് അതിനൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഈ ശീലം നിങ്ങളെ വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് പേരുടെ സ്മോക്കിംഗ് ഹാബിറ്റുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഓഫീസിലൊരു റിസർച്ച് നടന്നിരുന്നു. അവിടെ എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും സ്മോക്കിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ട്രിഗർ വരികയാണെന്നുണ്ടെങ്കിൽ നിയമം എന്താണെന്ന് അറിയുമോ? 10 മിനിറ്റ് പോയിട്ട് ജോഗിങ് ചെയ്യണം, അല്ലെങ്കിൽ 10 മിനിറ്റ് ട്രെഡ്മില്ലിൽ ഓടണം. പുകവലിക്കരുത് എന്നൊന്നും പറഞ്ഞില്ല. 10 മിനിറ്റ് പോയിട്ട് ഈ കാര്യം ചെയ്തു വന്നതിന് ശേഷം നിങ്ങൾക്ക് പുകവലിക്കാം. ഇങ്ങനെയായിരുന്നു അവിടുത്തെ മെത്തേഡ്. അങ്ങനെ കുറച്ച് വ്യായാമത്തിന്റെ ചിട്ടകൾ വെച്ചു. ഒരു 20 പുഷപ്പ് ചെയ്യണം, ട്രെഡ്മില്ലിൽ ഓടണം, ഇതുപോലെയൊക്കെയുള്ള ചിട്ടകൾ. ഈ ഒരൊറ്റ കാരണത്താൽ ആ ഓഫീസിലുള്ള ആളുകളുടെ സിഗരറ്റ് വലിക്കുവാനുള്ള താല്പര്യം പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു. അവർ മിണ്ടാതെ തനിക്ക് ചെയ്യാനുള്ള ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഇങ്ങനെയുള്ള വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിസ്ട്രാക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ള ഈ സൊല്യൂഷൻസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിക്കൊണ്ട് ഒരു 7 ദിവസമെങ്കിലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.